നമുക്ക് ഈ കേരളത്തെ ലോകോത്തരമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് വെറുതെ പറയുന്നതല്ല, വെറും സഹായം കൊണ്ട് മാത്രമല്ല, അതിൻ്റെ അപ്പുറം കടക്കാൻ നമുക്കായി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും യഥാർത്ഥത്തിലൊരു ശക്തിയുള്ളൊരു വർഗമുണ്ട്. ഈ കേരളത്തിൽ ആ വർഗം ഇല്ല. അതേതാ വർഗം? ഇപ്പോഴുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആ വർഗം അതിശക്തിയായിട്ട് ഉണ്ട്. കേരളത്തിൽ മാത്രമില്ല. കേരളത്തിൽ സിനിമയിലും നാടകത്തിലുമൊക്കെ ഉള്ളൂ ആ വർഗം ഇപ്പോൾ കാണാൻ. ഏത് വർഗ പറഞ്ഞോ? മാഫിയ സംഘമൊന്നുമല്ല. ഏതാ? ജന്മിയാണ്. ജന്മി വർഗം. കുട്ടിക്കൃഷ്ണ മേനോൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിൻ്റെ നേതൃത്വത്തിലൊരു ഭരണപരിഷ്കാര കമ്മിറ്റി ഉണ്ടായിരുന്നു മദ്രാസ് അസംബ്ലി. അതിലംഗമായിരുന്നു സഖാവ് EMS. നീലേശ്വരത്തെ MLA ആയിരുന്നു. മലബാർ ഉൾക്കൊള്ളുന്നതായിരുന്നു അന്നത്തെ മദ്രാസ്. അതിൻ്റെ ഭാഗമായിട്ട് സഖാവ് EMS എഴുതി, കേരളത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര, വികാസം, വളർച്ച എന്ന് പറയുന്നത് ഭൂബന്ധത്തിൽ വരുന്ന മൗലികമായ മാറ്റം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് അന്നേ എഴുതി വെച്ചു. ഭൂബന്ധത്തിൽ വരുത്തുന്ന മൗലികമായ മാറ്റത്തിലൂടെ മാത്രമേ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാനാവുള്ളൂ. അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് 1957 തിരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കിയത്. 57 സഖാവ് EMSന്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് അത് നിങ്ങൾക്കറിയുന്ന പോലെ ഏപ്രിൽ മാസം 5-ാം തീയതിയാണ്. ഏപ്രിൽ മാസം 11-ാം തീയതി ഒരു ഓർഡിനൻസ് ഇറക്കി. ആദ്യത്തെ ഓർഡിനൻസ്. ആ ഓർഡിനൻസിൽ സഖാവ് EMSന്റെ ഗവൺമെൻറ് പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി മുതൽ ജന്മിമാർക്ക്, ഭൂപ്രവാണിമാർക്ക് കുടിയാനെയും കുടിയടപ്പുകാരനെയും ഒഴിപ്പിക്കാൻ അവകാശമില്ല. കുടിയൊഴിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസ്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. ഇന്ത്യയുടെയും. അതുവരെ ഭൂപ്രമാണിമാർക്ക് വേണ്ടിയിട്ടാണ് പോലീസ്. എന്താണോ ജന്മി പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലീസ് അതേ തുടരുകയായിരുന്നു. സഖാവ് EMS പറഞ്ഞു, ഇനി ആ പണി നിങ്ങൾ എടുക്കണ്ട. തൊഴിലാളികൾ സമരം നടത്തിയാൽ, കർഷക തൊഴിലാളികൾ സമരം നടത്തിയാൽ അതിന് അടിച്ചമർത്താനായിരുന്നു അതുവരെയുള്ള പോലീസിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ജോലി. അപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾ ആ പണിയും എടുക്കണ്ട, ക്രമസമാധാന നില മാത്രം കൈകാര്യം ചെയ്താൽ മതി എന്ന് തീരുമാനിക്കപ്പെട്ടു. കേരളത്തിൽ ഇപ്പോഴും കൂലി വർധനവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ പറയുന്നുണ്ട് കേരളത്തിലാണ് ഏറ്റവും വലിയ കൂലി. വെറുതെ കിട്ടിയതല്ല. ജന്മിത്വം അവസാനിപ്പിക്കാൻ സാധിച്ചതും വെറുതെ നടന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിമതുല്യമായ ജീവിതം നയിച്ച പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ പുതുക്കി പണിതു ഈ കേരളം. വർഗബന്ധങ്ങളിൽ മാറ്റം വരുത്താനുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങളും സമരങ്ങളും, ആ സമരത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന നിയമനിർമ്മാണങ്ങളും നിയമം നടപ്പിലാക്കലും എല്ലാം ചേർന്ന് വന്നപ്പോഴാണ് ഒരു പുതിയ കേരളത്തിന്റെ അസ്ഥിവാരം പടുത്തത്. 57 പിന്നീട് അധികാരത്തിൽ വന്ന് 2 കൊല്ലം കഴിയുമ്പോഴൊരു വിമോചന സമരം നടന്നു. ആ ഗവൺമെന്റ് പോയി. 67 വീണ്ടും അധികാരത്തിൽ വന്നു. അപ്പോഴാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ജന്മിത്വം അവസാനിപ്പിക്കുന്ന നിയമനിർമ്മാണം നടന്നത്. 1969 ഒക്ടോബർ 14. ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് ജന്മിത്വം. പൂർണ്ണമായിട്ടില്ല, ജന്മിത്വം അവസാനിപ്പിച്ചു. ആ ജന്മിത്വം അവസാനിപ്പിക്കുന്ന നിയമം നടപ്പിലാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ വലിയ രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം. 36 ലക്ഷം കുടുംബങ്ങൾക്ക്, അന്ന് ജീവിച്ചിരുന്ന കുടുംബങ്ങളിൽ ഭൂരിപക്ഷത്തിന് 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി കിട്ടി കേരളത്തിൽ. ജന്മിത്വം അവസാനിപ്പിച്ചു. ഈ ഭൂമി നേടിയിട്ടുള്ള പാവപ്പെട്ട മനുഷ്യൻ ഒരു പുതിയ ജനവിഭാഗമായിട്ട് വളരുകയായിരുന്നു.
57 തന്നെയാണ് സഖാവ് EMSന്റെ കാലത്ത് വിദ്യാഭ്യാസം ഉച്ചക്കഞ്ഞി നൽകിയിട്ട് കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദൗത്യം ഏറ്റെടുത്തു. അതിൻ്റെ 3ാമത്തെ തലമുറയാണ് ഇപ്പോഴും കേരളത്തിലുള്ളത്. എല്ലാ പാവപ്പെട്ട മനുഷ്യൻ്റെയും വീടുകളിൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളാണ് ഇപ്പോഴുള്ളത്. അതിനെ 1ാം തലമുറയായി, 2ാം തലമുറയായി, 3ാം തലമുറ ഇങ്ങനെയാണ്. 57 മുതൽ ഇപ്പോഴും 2026 വരുമ്പോഴേക്കുള്ള ചിത്രം അതാണ്. ലോകത്തെവിടെയും ഇല്ലാത്ത രീതിയിൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള നാട് കേരളമാണ് ഇപ്പോഴും. അഭ്യസ്തവിദ്യരായ എല്ലാ വലിയ പ്രമാണിമാരുടെ മക്കളൊക്കെ ഉണ്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും, ശരിയാണ്. പക്ഷെ ഇവിടെ ഏത് പാവപ്പെട്ട മനുഷ്യൻ്റെയും വീട്ടിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുണ്ട്. ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞവരുണ്ട്. അത് വെറുതെ സംഭവിച്ചതല്ല. പൊതുവിദ്യാഭ്യാസത്തെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തതിൻ്റെ തുടർച്ചയിൽ നിന്നാണ് നമുക്ക് ഈ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫലപ്രദമായിട്ട് സാമൂഹിക ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ കഴിയുന്ന രീതിയിൽ അജണ്ട വെച്ച് പ്ലാൻ ചെയ്തു. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ്. 1980 അധികാരത്തിൽ വന്നപ്പോൾ സഖാവ് നായനാർ കർഷക തൊഴിലാളികൾക്ക് ആദ്യമായിട്ട് ചരിത്രത്തിൽ ഇന്ത്യയിൽ പെൻഷൻ പ്രഖ്യാപിച്ചു. 45 രൂപയാണ് അന്ന് പ്രഖ്യാപിച്ചത്. അതിപ്പോൾ 2000 രൂപയായിട്ട് വർദ്ധിച്ചു. നമ്മൾ പറഞ്ഞു അതിദാരിദ്ര്യം അവസാനിപ്പിക്കും. പിണറായി ഗവൺമെന്റിന്റെ 2ാം ടേം സാക്ഷരത ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ കേരളത്തിലെ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുമെന്ന് 2ാം ടേമിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ആളുകളെ കണ്ടെത്തി 64,006 കുടുംബം. ആ കുടുംബങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റുക എന്നുള്ള ആലോചന നടന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെ കണ്ടെത്താനുള്ള ശ്രമകരമായ ജോലി നിർവഹിച്ചു. അങ്ങനെ കഴിഞ്ഞ 2025 നവംബർ 1-ാം തീയതി ലോകത്ത് ചൈന കഴിഞ്ഞാൽ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ഒരേ ഒരു നാട് ഈ കേരളമാണ്. ലോകത്ത് വേറെ എവിടെയില്ല. മുതലാളിത്ത സമൂഹം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഭാസം സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു എന്നതാണ്. അതിന് വേറൊരു മറുഭാഗമുണ്ട്. എന്താ അത്? പറ. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നു എങ്കിൽ മറുഭാഗം ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു എന്നതാണ്. ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്ന ഒരു സമൂഹത്തിൽ അതിദാരിദ്ര്യം അവസാനിക്കുമോ? മറുപടി പറ. അതിദാരിദ്ര്യം അവസാനിപ്പിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു അതിദാരിദ്ര്യം അവസാനിപ്പിക്കാം. ഈ 64,006 കുടുംബത്തെയും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി പട്ടിണിയില്ലാത്തൊരു സമൂഹമാക്കി മാറ്റി. അതിദാരിദ്ര്യം അവസാനിപ്പിച്ചപ്പോൾ മനോരമ, മാതൃഭൂമി എല്ലാം പറഞ്ഞു അവിടെ ഇവിടെയൊക്കെ ഓരോരാളുണ്ട്. നമ്മൾ പറഞ്ഞു സ്വാഗതം, അതിന് നമുക്ക് അതിദാരിദ്ര്യം ഉള്ളവരാണെങ്കിൽ അവരെയും നമുക്ക് മാറ്റാം. എന്നിട്ട് ഒരു കാര്യവും കൂടി പറഞ്ഞു, അതിദാരിദ്ര്യം അവസാനിപ്പിക്കുമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ ഇനി ദാരിദ്ര്യം തന്നെ അവസാനിക്കുന്ന ലോകത്തെ മുതലാളിത്ത സമൂഹത്തിലെ ആദ്യത്തെ നാട് ഈ കേരളമാവും. അതിദാരിദ്ര്യം മാത്രമല്ല, ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കും. ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോഴാണ് ഒക്ടോബർ 29 കഴിഞ്ഞ്. അന്നാണ് സഖാവ് പിണറായി മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് 1600 രൂപയുള്ള കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം മനുഷ്യർക്ക് 400 രൂപ കൂടി കൂട്ടി 2000 രൂപ പെൻഷൻ നൽകുന്നു എന്ന് തീരുമാനം. ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിൻ്റെ ആദ്യപടിയാണ്. അപ്പോഴാണ് സ്ത്രീകളോട് പറഞ്ഞത്, വീട്ടമ്മമാരോട്, 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വീട്ടമ്മമാരോട് പിണറായി വിജയൻ ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം കൊണ്ട് ഞങ്ങൾക്ക് നടപ്പിലാക്കാനായില്ല. സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി 31.39 ലക്ഷം സ്ത്രീകൾക്ക് 1000 രൂപ വീതം മാസാമാസം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ പെൻഷൻ വാങ്ങുന്നവർ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വീട്ടമ്മമാർക്കാണ് ആ ആനുകൂല്യം.
സ്ത്രീ സുരക്ഷ